ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ വെക്കാൻ പറ്റുന്ന കുറച്ച് ബാഡ്ജസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാഡ്ജ് നോക്കാം. ഒരു ചെറിയ സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അതിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതില്ലാത്തവർക്ക് ടിഷ്യൂ പേപ്പർ ചെറിയ പീസ് കട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പെയിൻറ് ചെയ്യാണ്. അപ്പോൾ ഫ്ലാഗിൻ്റെ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. മുകളിൽ ഓറഞ്ചും പിന്നെ താഴെ ഗ്രീനും കൊടുക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ് ബീഡ്സ് ആയതുകൊണ്ട് ഞാൻ സെൻറ്ററിലൊന്നും തന്നെ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അശോക ചക്ര ഇനി അയിമ വരച്ച കൊളാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബാഡ്ജ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഉണ്ടാക്കാം. സെക്കൻഡ് ഞാൻ ഇതേപോലെ ഒരു ഫ്ലാഗിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊരു വൈറ്റ് പേപ്പർ അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ബാഡ്ജും സിമ്പിളാണ്. അതിൽ ഏറ്റവും സിമ്പിളാണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത്. വൈറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്ലാഗിൻ്റെ പെയിൻറ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കാർഡ്ബോർഡും പെയിൻറ്റും മാത്രമുള്ളവർക്കും സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അശോക ചക്ര പിന്നെ ഞാൻ ജെല്ലിങ്കി യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാഡ്ജ്. ഇനി നമുക്ക് തേർഡ് വൺ ഉണ്ടാക്കാം. അടുത്തത് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡാണ് കേട്ടോ എടുക്കുന്നത്. ത്രെഡ് കയ്യിലുള്ളവർ എന്തായാലും ഈ ഒരു ബാഡ്ജിന് ചെയ്യാം കേട്ടോ. എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാഡ്ജാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഓറഞ്ച് ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി അതിൻ്റെ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഗ്രീനും വൈറ്റും ചെയ്തെടുക്കാം. പിന്നെ അശോക ചക്രം ഞാനൊരു വൈറ്റ് പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ തേർഡ് ബാഡ്ജും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് വൺ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ബാഡ്ജ് ഞാനൊരു ഹേർട്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇനി കളർ പേപ്പർ മാത്രം കയ്യിലുള്ളവരാണെങ്കിൽ ഈ ഒരു ബാഡ്ജ് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കളർ പേപ്പറിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യണേ. ഈ ഒരു മെത്തേഡ് തന്നെ വൈറ്റും പിന്നെ ഗ്രീനും താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അശോക ചക്ര വേറൊരു പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോർത്ത് വണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബാഡ്ജിനൊന്നും നമ്മൾ സേഫ്റ്റി പിന്ന് വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്കിൽ ഞാൻ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒരു പിന്നും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4 ബാഡ്ജസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുത്തിക്കൊണ്ട് പോവാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.